പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ ഭക്ഷണം തേടി വന്ന 23 പേർ ഉൾപ്പെടെ 51 പേരെ ഇസ്രായേൽ സേന ഇന്ന് വെടിവെച്ചു കൊന്നു. പട്ടിണി മൂലം 3 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഗസ അധികൃതർ അറിയിച്ചു. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് കാനഡ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തി. ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് ഹമാസിന് മാത്രമേ ഗുണം ചെയ്യൂവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് തുരങ്കം വെച്ചത് ഹമാസ് ആണെന്നും അമേരിക്ക ആരോപിച്ചു. ഇസ്രായേലിലെത്തിയ US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഗസ യുദ്ധം ഉടൻ നിർത്തിയില്ല എങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി മുൻ സൈനിക മേധാവികളും ടെൽ-അവീവിൽ റാലി നടത്തി. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. നാസർ, നമുക്ക് ആദ്യം ഗസയിലെ സ്ഥിതി പരിശോധിക്കാം. അവിടെ പട്ടിണി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇളവ്, സ്ഥിതിഗതികളിൽ ഒരു മാറ്റം ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഗസയിൽ നിന്ന് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. കാരണം ഗസയിലെ 3 കേന്ദ്രങ്ങളിൽ 10 മണിക്കൂർ വീതം വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റഫ അതിർത്തി മുഖേന ഭക്ഷ്യവസ്തുക്കൾ കയറ്റിവിടാനുള്ള പരിമിതമായ തോതിലാണെങ്കിലും അത്തരമൊരു അനുമതി ഇസ്രായേൽ നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനോ ഈ പട്ടിണി പരിഹരിക്കാനോ ഉതകുന്ന ഒരവസ്ഥയിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നാണ് ഇന്നും നടക്കുന്ന കൂട്ടഭരണങ്ങളും അതോടൊപ്പം തന്നെ പട്ടിണി മരണങ്ങളും കൃത്യമായി തന്നെ നമുക്ക് സൂചന നൽകുന്നത്. കാരണം ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ യുനർവ ഉൾപ്പെടെയുള്ള UN ഏജൻസികളെ ഈ ഭക്ഷ്യവിതരണ സംവിധാനം ഏൽപ്പിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് റഫ അതിർത്തി മുഖേന നിത്യം 600 ട്രക്കുകൾക്കെങ്കിലും അനുമതി നൽകുകയും വേണം. ഈ ഒരു ആവശ്യമാണ് UN ഉൾപ്പെടെയുള്ള ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും 100ന് ചുവടെ ഉള്ള ഒരു ട്രക്കുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ആ ട്രക്കുകൾ തന്നെയും ഗസയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടങ്ങളിൽ ഇസ്രായേൽ സൈനിക അനുമതിയോടുകൂടി അത് കയ്യേറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രക്കുകളിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരു കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂട്ടുസംരംഭത്തിന് ഇനിയും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ഒരു അരാജകത്വം രൂപപ്പെടുന്നതും അവിടേക്ക് വെടിവെപ്പ് എന്നത് കൃത്യമായിട്ടുള്ള നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി പോലെ ഈ വെടിവെപ്പ് തുടരുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 23 പേരാണ് ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 71 പേരാണ് ഈ വിധത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തേടി വന്ന പട്ടിണിപ്പാവങ്ങളെ ക്രൂരമായിട്ട് വെടികൊച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ എല്ലാ UN ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ വ്യക്തമാക്കുന്നത് റഫ അതിർത്തിയിലൂടെയും മറ്റും വളരെ വിപുലമായ തോതിൽ വിലക്കുകളില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കണം. അത് പിന്നെ വളരെ കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാൻ UN ഏജൻസികൾക്ക് തന്നെ അതിൻ്റെ ചുമതല കൈമാറണം. അതല്ല എങ്കിൽ ഈ സ്ഥിതിഗതികൾ ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആളുകളുടെ പരക്കം പാച്ചിൽ തുടരും. അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പും പിന്നെ ഈ പട്ടിണി കൊലയും തുടരും. ഇപ്പം 3 കുട്ടികൾ ഉൾപ്പെടെയാണ് ഇന്ന് പിന്നെ പട്ടിണി മൂലം മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടുകൂടി മരണസംഖ്യ ഏതാണ്ട് 160-ന് മുകളിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ വിവിധ ആശുപത്രികളിൽ ഇന്ധനക്ഷാമം ഇപ്പോൾ പോലും അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല. ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർക്ക് വിധേയമാകുന്ന രോഗികൾക്ക് ഏറ്റവും ക്രമീകരിച്ച രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും കൈമാറാൻ സാധിക്കുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യങ്ങൾ മാറണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാരമായിട്ടുള്ള പിന്നെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നതെന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ നേരമാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ചർച്ച പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ചയിലൂടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. ചർച്ചകൾ അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയും കാര്യങ്ങൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള വെള്ളം പോലെയുള്ള അവശ്യ വസ്തുക്കൾ ഗസയിലെ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന ആവശ്യത്തോട് പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലുള്ള പ്രതികരണമാണോ നെതന്യാഹുവിൽ നിന്ന് വരുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ അന്തർദേശീയ സമ്മർദ്ദം ഒരുപക്ഷെ ഇസ്രായേൽ കരുതിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, അതോടൊപ്പം തന്നെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ചില ഇളവുകൾ തങ്ങൾ വരുത്തുന്നുണ്ട്. പട്ടിണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ഇളവുകൾ പ്രയോഗതലത്തിൽ വരുന്നതിൻ്റെ ഒരു സൂചന പോലും ഇപ്പോൾ പോലും വ്യക്തമല്ല. കാരണം 10 മണിക്കൂർ
മണിക്കൂർ വെടിനിർത്തൽ എന്ന് പറഞ്ഞു. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബൈത്തു ഹാനൂൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുരുതികൾ ഈ പിന്നിട്ട ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചില തന്ത്രങ്ങൾ എന്നതിലപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ഈ പട്ടിണി മറികടന്നുകൊണ്ട് ജനതയ്ക്ക് അതിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണവും വെള്ളവും അതോടൊപ്പം തന്നെ മരുന്നും എത്തിക്കാനുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടികളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അമേരിക്ക ഇതിന് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങളുമൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഗസയിൽ പിന്തുടരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുമാറുള്ള പ്രതികരണങ്ങളാണ് ഏറ്റവും അവസാനം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കാരണം ഗസയിൽ ഒരു വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി പട്ടിണി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എങ്കിൽ തങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ കൂടെ തന്നെ നിലയുറപ്പിക്കും. അതല്ലാതെ മറ്റൊരു പോംവഴി തങ്ങളുടെ മുമ്പിലില്ല എന്നുകൂടിയാണ് ബ്രിട്ടനും ഫ്രാൻസും അതോടൊപ്പം തന്നെ അല്പം മുമ്പ് കാനഡയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമ്മർദ്ദത്തിലൂടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ വരുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ മേഖലയിലെ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തുമൊക്കെ തങ്ങളുടേതായിട്ടുള്ള പരിമിതമായ അർത്ഥത്തിൽ ചില വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇതിനിടെയാണ് നാസർ ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് കരാറിനൊക്കെ തുരങ്കം വയ്ക്കുന്നത് ഹമാസ് ആണ് എന്ന തരത്തിൽ അമേരിക്ക ആരോപിച്ചിരിക്കുന്നത്. അത് വരും ചർച്ചകൾക്ക് അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും, വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കും? തീർച്ചയായിട്ടും. കാരണം നേരത്തെ മുതൽ അമേരിക്ക കൈക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ്. കാരണം ഏത് ചർച്ചകൾ, ഏത് വെടിനിർത്തൽ ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇടപെട്ട് അതിനെ മുടക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് പിന്നിട്ട മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഏതാണ്ട് ഇപ്പോൾ 22 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ്. ഇസ്രായേൽ നേരത്തെ തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഫലത്തിൽ നടന്നത് ഇപ്പം ഹമാസിൻ്റെയും മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം തങ്ങളെ പിന്നെ അന്യായമായിട്ടുള്ളൊരു കുറ്റപ്പെടുത്തലാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധവിരാമം എന്നതിന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ 20-ലധികം വരുന്ന ബന്ദികളെ കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് പൂർണ്ണമായ തോതിലുള്ള സഹായ വസ്തുക്കൾ എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ തുടർ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും മറച്ചു പിടിച്ചുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ്. ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എളുപ്പമല്ല എന്നൊരു പ്രതികരണമാണ് അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള അതേ നിലപാടിൽ അമേരിക്ക തുടരുമ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയുടേതായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ കൂടിയാണ് തകരുന്നത്. ഖത്തറും ഈജിപ്തും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടത് ഒരുപക്ഷേ ഈ അമേരിക്ക എടുത്തിരിക്കുന്ന വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഈ നിലപാടാണ്. ഈ നിലപാടിൽ പിന്നെ ഒരു മാറ്റം വരുത്താൻ അമേരിക്ക തയ്യാറല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തികച്ചും ഏകപക്ഷീയ സ്വഭാവത്തിലുള്ള ഈ പ്രസ്താവനയും. ദിവ്യ, യെസ്, ഭക്ഷണത്തിന് വരി നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന ക്രൂരതയ്ക്കെതിരെ, ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. എന്തിന് ടെല്ലവീവിൽ ഉൾപ്പെടെ വലിയ റാലിയും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നു. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന തരത്തിലുള്ള ക്രൂരമായ നിലപാട് തന്നെയാണ് നെതന്യാഹു തുടർന്നു വരുന്നത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളും രംഗത്തെത്തുന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് MCN നാസർ നൽകിയത്. സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുമെന്ന കാനഡ, മാൾട്ട രാഷ്ട്രങ്ങളുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഖത്തർ. ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ചുവടാണ് ഇരു രാജ്യങ്ങളുടേതുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കാനഡയും ദക്ഷിണ യൂറോപ്യൻ രാഷ്ട്രമായ മാൾട്ടയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. സെപ്റ്റംബറിൽ ചേരുന്ന UN ജനറൽ അസംബ്ലിയിൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും മാൾട്ട പ്രധാനമന്ത്രി റോബർട്ട് അബേലയും നിലപാടെടുത്തത്. ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏക പോംവഴിയെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. ഇരു രാഷ്ട്രങ്ങളുടെയും നിലപാട് ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനും കിഴക്കൻ ജെറൂസലം ആസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും പിന്തുണ നൽകുന്നതാണ്.
ഫലസ്തീനെ സ്വാതന്ത്ര്യം അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങൾ ഈ പാത പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. സൗദിയിലെ ത്വയ്ഫിൽ യന്ത്ര ഊഞ്ഞാൽ പൊട്ടി വീണ അപകടം. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് പാർക്കിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇന്നലെ രാത്രി ത്വായിഫിലെ അൽഹദയിലെ സ്വകാര്യ പാർക്കിലാണ് അപകടമുണ്ടായത്. ഊഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി തകർന്നു വീഴുകയായിരുന്നു. ഭീതിപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയാകെ നിറഞ്ഞു. അവധി ആഘോഷിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. റെഡ് ക്രസന്റ്, സിവിൽ ഡിഫൻസ് സംഘങ്ങൾ സംഭവം നടന്ന ഉടനെ സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ പിന്നീട് കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മീഡിയ 1 ജിദ്ദ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹജ്ജ് രജിസ്ട്രേഷന്റെ സമയപരിധി നീട്ടി. ഓഗസ്റ്റ് 7 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. 17,000-ഓളം പേരാണ് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിച്ച രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സമയപരിധി നീട്ടിയത്. വിവിധ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ മുഴുവൻ പേരും അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ കാലാവധി നൽകിയില്ലെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. നിലവിൽ 17 എംബാർക്കേഷൻ പോയിന്റുകളാണ് നിശ്ചയിച്ചിരുന്നത്. വിജയവാഡ കൂടി പുതുതായി എംബാർക്കേഷനായി ഉൾപ്പെടുത്തി. ഇവിടെ നിന്ന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ബന്ധപ്പെടണം. ഹജ്ജ് അപേക്ഷാ വിൻഡോ അവസാനിച്ച ഉടനെ ഡിജിറ്റൽ നറുക്കെടുപ്പ് നടക്കും. അതോടെയാണ് ഹജ്ജിന് അവസരം ലഭിക്കുന്നത് വ്യക്തമാവുക. ഓഗസ്റ്റ് 20-ന് മുൻകൂർ തുകയായി 15,300 രൂപയും അടയ്ക്കേണ്ടി വരും. മീഡിയ 1 ജിദ്ദ. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ വ്യോമയാന മേഖലയിൽ നേട്ടവുമായി സൗദി അറേബ്യ. 8% വർധനവാണ് വിമാന ഗതാഗതത്തിൽ രേഖപ്പെടുത്തിയത്. 1.5 ലക്ഷത്തിനടുത്ത് വിമാനയാത്രകളാണ് ഈ കാലയളവിൽ പൂർത്തിയാക്കിയത്. സൗദി എയർ നാവിഗേഷൻ സർവീസ് കമ്പനിയുടേതാണ് കണക്ക്. 1.4 ലക്ഷം വിമാനയാത്രാ സേവനങ്ങളാണ് കഴിഞ്ഞ ഹജ്ജ് സീസണിൽ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8% വർധനവാണ്. സൗദി എയർ നാവിഗേഷൻ സർവീസ് കമ്പനിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തിനകത്തേക്ക് പൂർത്തിയാക്കിയ വിമാനയാത്രകൾ 74,900 ആണെന്നും കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15%-ന്റേതാണ് വർധന. സൗദിയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്രയിൽ 2%-ന്റേതാണ് വർധന. 66,000 യാത്രകളാണ് പൂർത്തിയാക്കിയത്. ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ സേവനം നൽകിയത് 213 എയർലൈൻ കമ്പനികളാണ്. സൗദിയുടെ എയർ നാവിഗേഷൻ സംവിധാനത്തിന്റെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നേട്ടം. ബാഗേജ് രഹിത യാത്രക്കാർ എന്ന പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിരുന്നു. ഇതുവഴി മക്ക, മദീന എന്നിവിടങ്ങളിൽ ബാഗേജുകൾ തീർത്ഥാടകർക്ക് നേരിട്ടെത്തിച്ചു. 10 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പദ്ധതിയുടെ ഭാഗമായത്. കൈകാര്യം ചെയ്തത് 16 ലക്ഷത്തിലേറെ ബാഗേജുകളും. മുൻകൂട്ടി സംസം വെള്ളം നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സേവനവും ലഭ്യമാക്കിയിരുന്നു. 8,56,000 ബോട്ടിലുകളാണ് വിവിധ രാജ്യങ്ങളിലേക്കായി എത്തിച്ചത്. ഹറമൈൻ ട്രെയിനുമായി ബന്ധിപ്പിച്ച വിമാന സേവനങ്ങളും ലഭ്യമാക്കിയിരുന്നു. 2,53,000 ഹാജിമാർക്കാണ് സംവിധാനം ഗുണം ചെയ്തത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. UAE-യിൽ ഓഗസ്റ്റ് മാസത്തെ ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചു. പെട്രോൾ ലിറ്ററിന് 1 ഫിൽസ് കുറച്ചപ്പോൾ ഡീസലിന് 15 ഫിൽസാണ് വർദ്ധിപ്പിച്ചത്. ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ വിലനിർണ്ണയ സമിതിയാണ് ആഗസ്റ്റ് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചത്. നിലവിൽ ലിറ്ററിന് 2 ദിർഹം 70 ഫിൽസ് വിലയുള്ള സൂപ്പർ പെട്രോളിന്റെ വില നാളെ മുതൽ 2 ദിർഹം 69 ഫിൽസായി കുറയും. സ്പെഷ്യൽ പെട്രോളിന്റെ വില 2 ദിർഹം 58 ഫിൽസിൽ നിന്ന് 2 ദിർഹം 57 ഫിൽസായാണ് കുറയുക. E+ പെട്രോളിന് 2 ദിർഹം 50 ഫിൽസ് നൽകിയാൽ മതി. 2 ദിർഹം 51 ഫിൽസായിരുന്നു നിലവിലെ നിരക്ക്. ഡീസലിന്റെ വില 2 ദിർഹം 78 ഫിൽസായി വർദ്ധിച്ചു. ലിറ്ററിന് 2 ദിർഹം 63 ഫിൽസായിരുന്നു ഡീസലിന്റെ നിരക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്കനുസരിച്ചാണ് UAE ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിശ്ചയിക്കുന്നത്. മീഡിയ 1 ദുബായ്. സൗദിയിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ന് അവസാനിക്കും. രാത്രിയോടെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് തിരിക്കും. നാളെ മുതൽ മത്സ്യവിപണിയിൽ ചെമ്മീൻ ചാകരയ്ക്ക് തുടക്കമാകും. ഏറെ നാളത്തെ വിശ്രമത്തിനൊടുവിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിൽ നിന്നുൾപ്പെടെയുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് ആഴക്കടലിലേക്ക് തിരിക്കും.
സൗദിയിലെ മത്സ്യബന്ധനത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങളായ ജുബൈൽ, ദമാമിലെ ഖതീഫ് ഭാഗങ്ങളിൽ നിന്നാണ് ബോട്ടുകൾ പുറപ്പെടുക. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. ഏറെ പ്രതീക്ഷയുമായാണ് തൊഴിലാളികൾ കടലിലേക്ക് തിരിക്കുന്നത്. ഇന്ത്യക്കാരായ 2000-ലധികം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളവരാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ചെമ്മീൻ ചാകര തേടിയാണ് ആദ്യ യാത്ര. 5 മുതൽ 7 ദിവസം വരെ കടലിൽ തങ്ങിയാണ് തിരിച്ചുവരവ് ഉണ്ടാകുക. ഇത്തവണയും കഠിനമായ ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത്. ആഴക്കടലിൽ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെമ്മീൻ ചാകരയിലും വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി തീരത്തു നിന്നും 40 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ് മത്സ്യബന്ധനത്തിന് ഇവർക്ക് അനുമതിയുള്ളത്. ചെമ്മീൻ ചാകരയെ വരവേൽക്കാൻ വിപണികളും സജീവമായിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിലെ റിയാദിൽ ATMകളിലേക്ക് പണം കൊണ്ടുപോകുന്ന വാഹനം തകർത്ത് പണം കവർന്ന കേസിൽ സൗദി പൗരന്റെ വധശിക്ഷ നടപ്പാക്കി. 1 കോടി റിയാലാണ് മോഷ്ടിച്ചത്. മോഷണ സമയത്ത് പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ആളുകളെ ആക്രമിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ശരീഅത്ത് നിയമപ്രകാരം കല്ലെറിഞ്ഞാണ് വധശിക്ഷ നടപ്പാക്കിയത്. ദുബൈയിലെ മസ്ജിദുകളുടെ പരിസരത്തെ പാർക്കിംഗ് മേഖലയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂർ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നു. നമസ്കാര സമയങ്ങളിൽ 1 മണിക്കൂർ മാത്രമാണ് പാർക്കിംഗ് ഫീസിൽ ഇളവുണ്ടാവുക. ഇത് സംബന്ധിച്ച് പാർക്കിംഗ് കമ്പനിയും ദുബൈ മതകാര്യ വകുപ്പും ധാരണാപത്രം ഒപ്പുവച്ചു. ദുബൈയിലെ 59 മസ്ജിദുകൾക്ക് സമീപത്തെ പാർക്കിംഗ് ഇടങ്ങളിലാണ് ഓഗസ്റ്റ് മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂർ പാർക്കിംഗ് ഫീസ് നിലവിൽ വരുന്നത്. ഇത് സംബന്ധിച്ചാണ് പാർക്കിംഗ് കമ്പനിയും ദുബൈ മതകാര്യ വകുപ്പും ധാരണാപത്രം ഒപ്പിട്ടത്. MP എന്ന കോഡുകളിലായിരിക്കും മസ്ജിദുകൾക്ക് സമീപത്തെ പാർക്കിംഗ് സോണുകൾ. ഇതിൽ 41 മസ്ജിദുകൾക്ക് സമീപമുള്ള പാർക്കിംഗ് മേഖല M സോണും 18 MP സോണുമായിരിക്കും. പ്രീമിയം പാർക്കിംഗ് മേഖലകളെയാണ് MP എന്ന് അടയാളപ്പെടുത്തുന്നത്. M സോണിൽ അരമണിക്കൂറിന് 2 ദർഹവും 1 മണിക്കൂറിന് 4 ദർഹവുമാണ് പാർക്കിംഗ് നിരക്ക്. MP സോണിൽ സാധാരണ സമയങ്ങളിൽ ഇതേ നിരക്കാണെങ്കിലും തിരക്കേറിയ സമയത്ത് അരമണിക്കൂറിന് 3 ദർഹം, 1 മണിക്കൂറിന് 6 ദർഹം എന്ന നിലയിൽ നിരക്ക് മാറും. മീഡിയ 1, ദുബായ്. UK-യിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്ന ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തി. 10 ഡൌണിംഗ് സ്ട്രീറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സഹകരണം അവലോകനം ചെയ്തു. മേഖല, അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നേതാക്കൾ കൈമാറി. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള UK-യുടെ പ്രഖ്യാപനത്തെ ഒമാൻ സുൽത്താൻ സ്വാഗതം ചെയ്തു. കുവൈറ്റിലെ സാൽമിയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെഡിക്കൽ ക്ലിനിക് അധികൃതർ അടച്ചു. ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ക്ലിനിക്കിൽ നിന്ന് നിയമവിരുദ്ധമായ മരുന്നുകൾ കണ്ടെത്തി. ക്ലിനിക്കിന് ലൈസൻസ് ഇല്ലെന്നും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിയമലംഘനത്തിൽ ഉൾപ്പെട്ട 6 ജീവനക്കാരെ നാടുകടത്തുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കുവൈറ്റിൽ വൈദ്യുതി തടസ്സമില്ലാതെ വേനൽക്കാലം പിന്നിടുന്നതായി മന്ത്രാലയം. മുൻകരുതൽ നടപടികളും ജനങ്ങളുടെ സഹകരണവും ഗുണകരമായെന്ന് മന്ത്രാലയ വക്താവ് എഞ്ചിനീയർ ഫാത്തിമ ഹയാത്ത് വ്യക്തമാക്കി. പവർ ലോഡ് ഓറഞ്ച് അലർട്ട് പിന്നിട്ടപ്പോൾ സഹൽ ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് അറിയിപ്പുകൾ നൽകിയിരുന്നു. കുവൈറ്റ് അധിനിവേശത്തിന്റെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് കുവൈറ്റ് ടവറിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ സംസാരിക്കുകയായിരുന്നു ഫാത്തിമ ഹയാത്ത്. ഒമാനിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ബർക്കയിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. താപനില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പൗരന്മാരും താമസക്കാരും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഒമാനിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസും കടന്ന് മുകളിലോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില ബർക്കയിലാണ് രേഖപ്പെടുത്തിയത്. 50.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനിലയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. ഒമാന്റെ മറ്റു വിലായത്തുകളിലും സമാനമായ ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും 50 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് തന്നെയാണ് താപനില രേഖപ്പെടുത്തിയത്. ഹംറാൽ ദുരുവിൽ 49.7ഉം വാദിമാവിലും സുവൈക്കിലും 49.6 ഡിഗ്രിയും സഹത്ത് 49.4 ഡിഗ്രി എന്നിങ്ങനെയാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയ മറ്റിടങ്ങൾ. താപനില കുതിച്ചേരുന്ന സാഹചര്യത്തിൽ പൗരന്മാരും താമസക്കാരും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉച്ചസമയത്ത് സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. മീഡിയ 1, മസ്കത്ത്.
കുവൈറ്റിൽ ചൂടും പൊടിക്കാറ്റും നാളെ വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദം വ്യാപിച്ചതാണ് കാറ്റിനും പൊടിക്കാറ്റിനും കാരണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന വടക്കു പടിഞ്ഞാറൻ കാറ്റ് ദൂരക്കാഴ്ച ബാധിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധറാർ അൽ അലി അറിയിച്ചു. തിരമാലകൾ 6 അടിയോളം ഉയരാൻ സാധ്യതയുണ്ട്. പകൽ താപനില 48 മുതൽ 51 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി 34 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. സൗദിയിലെ ദമാമിൽ അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞുവന്ന പ്രവാസി മലയാളിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ച KMCC സ്ട്രക്ചർ രോഗിയായ കൊല്ലം കൊട്ടാരക്കര സ്വദേശി അനിൽകുമാറിനെയാണ് എയർ ആംബുലൻസ് സൗകര്യത്തോടെ നാട്ടിലേക്ക് എത്തിച്ചത്. 12 വർഷമായി സൗദിയിൽ ഡ്രൈവറായ അനിൽകുമാറിനെ 2 മാസം മുമ്പാണ് മാരകമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടന്ന സർജറികളും ചികിത്സയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇതിനിടയിൽ ഹൃദയാഘാതവും സംഭവിച്ചതോടെ അത്യാഹിത വിഭാഗത്തിലുമായി. തുടർ ചികിത്സയ്ക്ക് സഹായവുമായാണ് അനിലിന്റെ ബന്ധുക്കളും നാട്ടുകാരും KMCCയെ സമീപിച്ചത്. വിഷയമേറ്റെടുത്ത KMCC വെൽഫെയർ വിഭാഗം 1.5 മാസം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അനിൽകുമാറിനെ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിച്ചു. KMCCയുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയം നന്ദിയും കടപ്പാടും നിങ്ങളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ പോകാൻ പറ്റുന്നു. ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും നാട്ടിൽ നിന്നും ജനപ്രതിനിധികളും ഇന്ത്യൻ എംബസിയും KMCC സാമൂഹ്യ പ്രവർത്തകരായ മഹ്മൂദ് പൂക്കാട്, അമീൻ തിരുവനന്തപുരം എന്നിവരുടെയും നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് യാത്ര സാധ്യമായത്. 1.5 മാസത്തിന്റെ അടുത്ത് ആയി നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് തുടങ്ങിയിട്ട് അമീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഇടപെടലുകൾ കൊണ്ട് എംബസിയുടെ ഭാഗത്തു നിന്ന് ഗൗരവമായ പരിഗണന ഈ വിഷയത്തിലുണ്ടായി. അതേപോലെ തന്നെ യാത്രാരേഖകൾ, മറ്റ് ഫ്ലൈറ്റ് സ്ട്രെച്ചർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഫ്ലൈറ്റ് സൗകര്യം, ഓക്സിജൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഫ്ലൈറ്റ് സൗകര്യം, അതേപോലെ തന്നെ മെഡിക്കൽ എസ്കോർട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന RPM ആണ്. KMCC ഭാരവാഹികളും പ്രവർത്തകരും അനിൽകുമാറിനെ യാത്രയാക്കാൻ എത്തിയിരുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. മലപ്പുറം ജില്ലയിലെ SSLC, +2, മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ പൊന്നാനി അധ്യക്ഷനായി. റസാഖ് മേലടി മുഖ്യപ്രഭാഷണം നടത്തി. നജീബ് മൂടാടി മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു. ഖുർആൻ മനോഹരമായി കൈയെഴുത്ത് നടത്തി മികവ് തെളിയിച്ച KM അൻഷിതയെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. കുവൈറ്റ് ടവറുകളെ ഔദ്യോഗികമായി അറബ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി അറബ് ഒബ്സർവേറ്ററി ഫോർ ആർക്കിടെക്ചറൽ ആൻഡ് അർബൻ ഹെറിറ്റേജ് അറിയിച്ചു. ബെയ്റൂത്തിൽ ചേർന്ന 9ാമത് റീജിയണൽ ഫോറത്തിലാണ് പ്രഖ്യാപനം. ആധുനിക വാസ്തുവിദ്യാ വിഭാഗത്തിലാണ് ടവറുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള സാംസ്കാരിക സ്വത്തായി കണക്കാക്കി ടവറുകൾക്ക് നാമനിർദ്ദേശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം. 19 ഇടങ്ങളെയാണ് ഈ വർഷം അറബ് പൈതൃക പട്ടികയിൽ ചേർത്തത്. മലയാളത്തിലെ ന്യൂജൻ സിനിമാ പ്രവർത്തകരും സ്വപ്നം കാണുന്നത് 90കളിൽ ഇറങ്ങിയ പോലുള്ള സിനിമ നിർമ്മിക്കാനാണെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. സുമതിവളവ് എന്ന പുതിയ സിനിമ മണിച്ചിത്രത്താഴ് റിലീസായ 1993 കാലത്തെ കഥയാണ് പറയുന്നത്. ദുബൈയിൽ സിനിമയുടെ കന്നി പ്രദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അഭിലാഷ്. ഈ കാലഘട്ടത്തിലെ സിനിമാക്കാരെന്ന രീതിയിൽ ഞങ്ങൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യണം. നമ്മളൊക്കെ ഇന്നും റഫറൻസ് ആയിട്ട് എടുക്കുന്ന സിനിമകളാണ് 90s-ലും ലേറ്റ് 80s-ലും ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് കംപ്ലീറ്റ് സിനിമ എന്ന് പറയുന്നത്. ആസ് എ റൈറ്റർ ഞാൻ പറയുന്നത് എനിക്ക് എഴുതാൻ ഏറ്റവും കൊതി ആ കാലഘട്ടത്തിൽ ഹിറ്റായ പല സിനിമകളും നമ്മൾ സ്വപ്നം പോലെ കാണും. അതുപോലെ സിനിമ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റണമെന്ന്. അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് ഇപ്പൊ കിരീടം പോലൊരു സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ജനറേഷൻ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ആ കഥയെ അഡാപ്റ്റ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ റെഫറൻസ് ഒക്കെ ഞങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ ഈ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും അത് കാണുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിന് ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ അത് മഞ്ജുമൽ ബോയ്സിൽ ഈ പറയുന്ന നമ്മുടെ കൺമണി അൺബോർഡ് വന്നപ്പോൾ നമ്മളത് ഒരുപാട് ആഘോഷിച്ചാണ്. അതുപോലെ ഒരുപാട് സിനിമകളിൽ അപ്പൊ ഞങ്ങൾ ഈ സിനിമയിൽ ശരിക്കും ഈ പറയുന്ന 93 കാലഘട്ടം ചെയ്തപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തതാണ്. എന്തുകൊണ്ട് മണിച്ചിത്രത്താഴ് റിലീസാണ്, നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഓപ്പണിംഗിൽ തന്നെ മണിച്ചിത്രത്താഴിലുള്ള റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഏറ്റവും കൂടുതൽ സിനിമക്കാരുടെ മക്കൾ ഒന്നിക്കുന്ന നാപ്പോ സിനിമ കൂടിയാണ് സുമതി വളവെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. സംവിധായകൻ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കർ സംവിധാനം നിർവഹിക്കുമ്പോൾ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ നായകനാകുന്നു.
പ്രധാന റോളുകളിൽ മുകേഷിന്റെ മകൻ ശ്രാവൺ, സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് എന്നിവർ വേഷമിടുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിൻനാഥ് പുത്തഞ്ചേരിയാണ് സിനിമയിലെ പാട്ടുകൾ എഴുതിയത്. താരങ്ങളായ ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൊറർ ജേണറിൽ ഉൾപ്പെടുന്ന സിനിമ നാളെയാണ് തിയേറ്ററുകളിലെത്തുന്നത്. മീഡിയ 1, ദുബായ്. കുവൈറ്റിൽ ചട്ടങ്ങൾ പാലിക്കാത്ത 11 ചാരിറ്റി സംഘടനകളെ പിരിച്ചുവിട്ട് സാമൂഹിക കാര്യ മന്ത്രാലയം. പൊതുസംഘടനകളുടെ പ്രവർത്തനം ചട്ടങ്ങൾക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പബ്ലിക് സംഘടനകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിയമചട്ടങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. ചട്ടങ്ങൾ പാലിക്കാത്ത സംഘടനകൾക്കെതിരെ നടപടി തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് ഖൈത്താനിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വിപുലീകരിച്ചു. 2 നിലകളിലായി 3200 ചതുരശ്ര മീറ്ററാണ് പുതിയ സ്റ്റോർ വിസ്തൃതിയിലുള്ളത്. ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് ചെയർമാൻ ജാസിം മുഹമ്മദ് ഖമീസ് അൽ ഷറ, ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാഹ് എന്നിവർ ചേർന്നാണ് വിപുലീകരിച്ച സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി, സിഇഒ മുഹമ്മദ് സുനീർ, DRO തഹസീർ അലി, COO മുഹമ്മദ് അസ്ലം എന്നിവരും മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിൽ കരൾ രോഗം ബാധിച്ച് മലയാളി മരിച്ചു. കൊല്ലം കൊട്ടാരക്കര വെളിയം സ്വദേശി പ്രദീപ് കാർത്തികേയനാണ് മരിച്ചത്. സൽമാനിയ ആശുപത്രിയിൽ വെന്റിലേറ്റർ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒമാനിൽ മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട കോട്ടയം സ്വദേശിനി നാടടഞ്ഞു. ഇൻകാസ് നിസ്വ കമ്മിറ്റിയുടെ ഇടപെടലാണ് യുവതിക്ക് രക്ഷയായത്. ദുബൈയിൽ ജോലിക്കായി എത്തിച്ച ഏജന്റ് യുവതിയെ ഒമാനിലേക്ക് കടത്തുകയായിരുന്നു. ദുബൈയിൽ ജോലിക്ക് കൊണ്ടുവന്ന കോട്ടയം സ്വദേശിനിയെ ഏജന്റ് ഒമാനിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 28 ദിവസമായി യുവതിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഇൻകാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി പ്രവർത്തകർ നാട്ടിലേക്ക് യുവതി അയച്ച അവസാന ലൊക്കേഷന്റെ വിശദാംശങ്ങൾ വെച്ച് രഹസ്യ സങ്കേതം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇൻകാസ് പ്രവർത്തകർ എംബസി കോൺസുലേറ്റ് ക്യാമ്പിലെത്തി ഒമാൻ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസിനെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചു. അംബാസിഡർ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കണ്ടതോടെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ യുവതിക്ക് നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങി. ഇൻകാസ് നിസ്വ കമ്മിറ്റി ഭാരവാഹികളായ വർഗീസ് സേവ്യർ, പ്രകാശ് ജോൺ, സൈജു സവാസിൻ എന്നിവർ ഒമാനിലെ എയർപോർട്ടിൽ വേണ്ട സഹായങ്ങളും ചെയ്തു. നാട്ടിലുള്ള ഇൻകാസ് നിസ്വ പ്രസിഡന്റ് സതീഷ് നൂറിനാട് എല്ലാ പിന്തുണയും നൽകി. ഇന്നലെ എന്നെ എംബസിക്ക് കോൾ ചെയ്തു, ചോദിച്ചുകൊണ്ട് വന്നു ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ 3-4 പെൺപിള്ളേരുണ്ടായിരുന്നു. അവരെ അടിക്കുകയും നല്ലപോലെ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നെ ക്ലാസ് എന്ന് പറയുന്ന ഈ സംഘടനയാണ് എന്നെ ഇവിടുന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അവരോടെപ്പോഴും എംബസിയോടും പോലീസ് ഉദ്യോഗസ്ഥരോടും എനിക്ക് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അംബാസിഡറായ GV ശ്രീനിവാസ് ചുമതലയേറ്റ ശേഷം കോൺസുലർ ക്യാമ്പുകൾ ഒമാനിൽ സജീവമായി നടക്കുന്നുണ്ട്. ഒമാന്റെ വിദൂര ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസവുമാണ്. പ്രവാസി സംഘടനകളുടെയും കോൺസുലർ ഏജന്റുമാരുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. ഖത്തറിലെ സൂഖ് വാഖഫിൽ നടക്കുന്ന ഈത്തപ്പഴ പ്രദർശന മേളയിൽ റെക്കോർഡ് വിൽപ്പന. 6 ദിവസത്തിനിടെ 80 ടൺ ഈത്തപ്പഴമാണ് മേളയിൽ വിറ്റഴിച്ചത്. ഫെസ്റ്റിവലിന്റെ 10ാം പതിപ്പാണ് ഇത്തവണത്തേത്. ജൂലൈ 24 മുതൽ ആഗസ്റ്റ് 7 വരെ നടക്കുന്ന മേളയിൽ ഖത്തറിൽ നിന്നുള്ള 114 ഫാമുകളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഇതുവരെ വിറ്റഴിച്ചത് 79,421 കിലോ ഈത്തപ്പഴം. 36,300 സന്ദർശകർ മേളക്കെത്തിയതായും അധികൃതർ അറിയിച്ചു. ഈത്തപ്പഴത്തിന് പുറമെ 978 കിലോ പഴങ്ങളും വിറ്റുപോയി. അൽഖലാസ്, അൽഷീഷി, അൽഖനീസി, അൽബർഹി തുടങ്ങിയ ഈത്തപ്പഴ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. 33,181 കിലോ അൽഖലാസ് ആണ് വിറ്റുപോയത്. 17,000 കിലോഗ്രാം അൽഷീഷിയും 16,000 കിലോ അൽഖനീസിയും വിറ്റഴിച്ചു. ഖത്തറിൽ ഈത്തപ്പഴ സീസൺ ആരംഭിക്കുന്ന വേളയിലാണ് സൂഖ് വാഖഫിൽ മേള അരങ്ങേറുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളവെടുക്കുന്ന വ്യത്യസ്ത ഇനം ഈത്തപ്പഴങ്ങൾ ഒരിടത്ത് ലഭ്യമാകുന്നു എന്നതാണ് മേളയുടെ സവിശേഷത. കൃഷി വകുപ്പുമായും സൂഖ് വാഖഫ് അഡ്മിനിസ്ട്രേഷനുമായും സഹകരിച്ച് മുനിസിപ്പാലിറ്റി മന്ത്രാലയമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മീഡിയ 1, ദോഹ. ഹ്യൂഗോ RAS സർജിക്കൽ റോബോട്ടുകൾ ഉപയോഗിച്ച് 100 ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി ബഹ്റൈൻ.
ഈ നേട്ടം കൈവരിക്കുന്ന ഗൾഫ് മേഖലയിലെ ആദ്യ രാജ്യം കൂടിയാണ് ബഹ്റൈൻ. വൈദ്യശാസ്ത്ര രംഗത്ത് രാജ്യത്തിന്റെ സുപ്രധാന നേട്ടമാണെന്ന് റോയൽ മെഡിക്കൽ സർവീസസ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ ഷെയ്ഖ് ഫഹദ് അൽ ഖലീഫ പറഞ്ഞു. ദുബായ് തന്റെ ഭാഗ്യനഗരമാണെന്ന നടൻ അർജുൻ അശോകൻ. എപ്പോൾ ദുബായിൽ വന്നാലും ഒരു ശുഭകാര്യം സംഭവിക്കും. കഴിഞ്ഞ ദിവസവും ദുബായിലെത്തിയപ്പോൾ വലിയൊരു പ്രോജക്ടിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചെന്ന് അർജുൻ പറഞ്ഞു. സുമതി വളവ് സിനിമയുടെ കന്നി പ്രദർശനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം. രോമാഞ്ചം കഴിഞ്ഞിട്ട് അനാമിക ഭയങ്കരമായിട്ട് ഓവർ. എനിക്ക് തുറന്നു പറഞ്ഞാല് ദുബായ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മെന്റലി നല്ല സിറ്റുവേഷനിൽ ആ സമയത്ത് ഫാമിലി ആയിട്ട് ഒരു ബ്രേക്കിന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പെട്ടെന്നൊരു കോള്, എടാ നാട്ടിലേക്ക് വരുമ്പോ ഒരു പടം ചെയ്യാൻ. ഇപ്പൊ ഏതാണെന്ന് വെച്ചപ്പോ രോമാഞ്ചം ഒരു പെട്ടെന്ന് ഡേ ക്ലാഷ് വന്നപ്പോ ആർട്ടിസ്റ്റില്ല നീ വന്നൊരു സോബി കുളിച്ചപ്പോ ഓടിപ്പോയി ചെയ്ത് അത് ലൈഫിൽ ഏറ്റവും മേജർ റിട്ടേൺ ബാക്ക് ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ബഹ്റൈനിൽ വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ 2 പ്രവാസികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതികൾ 5000 ദിനാർ വീതം പിഴയടക്കണമെന്നും ബഹ്റൈൻ ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി വിധിച്ചു. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് വരുമാനത്തോടൊപ്പമുള്ള ഇന്റേൺഷിപ്പ് സൗകര്യം ഉറപ്പാക്കാൻ ദുബായിലെ ലേൺസ്റ്റെഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിസിനസ് സംരംഭകരുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ദുബായ് നോളജ് പാർക്കിലെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ 32 സ്ഥാപനങ്ങളുമായാണ് ധാരണയായത്. ദുബായ് നോളജ് പാർക്കിലെ ലേൺസ്റ്റെഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഇക്വിറ്റോറിയ ഗ്ലോബലിന്റെ സഹകരണത്തോടെയാണ് ഇൻഡസ്ട്രി കണക്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അഥവാ ICIP എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലേൺസ്റ്റെഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് മാസം കുറഞ്ഞത് 1000 ദിർഹമെങ്കിലും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്ന വിധമായിരിക്കും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടപ്പാക്കുക. This is basically a connecting program between the youth and industry leaders. നമ്മുടെ അക്കാഡമിയിൽ നമുക്ക് ട്രെയിനിങ് കോഴ്സസ് വരുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല തരത്തിലുള്ള കോഴ്സസും ബിസിനസ് കോഴ്സസുമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ റിയൽ വേൾഡ് എക്സ്പീരിയൻസിന് നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഒരുപാട് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ട് ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, പിന്നെ ഐ തിങ്ക് സൂപ്പർ മാർക്കറ്റ്സ്, റീറ്റെയിൽ, FMCG അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസിനുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 32 ബിസിനസ് സ്ഥാപനങ്ങളുടെ മേധാവികളുമായി ഇതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരണാപത്രം ഒപ്പിട്ടു. UAE തൊഴിൽ നിയമങ്ങൾ പാലിച്ച് ആഴ്ചയിൽ 20 മണിക്കൂറിലേറെ ഇന്റേൺഷിപ്പ് ജോലികൾ മറികടക്കാത്ത വിധമാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പഠനത്തിന് അവസരം നൽകുക. UAEയിലെ ഉന്നത പഠന മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതിയെന്ന് ഇക്വിറ്റോറിയ ഗ്ലോബൽ ചെയർമാൻ PV സിദ്ദിഖ് പറഞ്ഞു. ലേൺസ്റ്റെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ, CGO അൻവർ സാദത്ത്, വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ മേധാവികളായ അയ്യൂബ്, PV തൽഹത്ത്, അഡ്വക്കേറ്റ് ഷബീൽ, VP ഷമീർ, അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദുബായ്. ഗൾഫിലെ പ്രവാസി കുടുംബിനികൾ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നതിന് കാരണങ്ങളിൽ പ്രധാനം താനും മക്കളും ഭർത്താവിന്റെ വിസ സ്പോൺസർഷിപ്പിലാണ് എന്നതാണ്. ഭർത്താവ് കേസിലകപ്പെട്ടാൽ ഗൾഫിൽ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന ഭയം പലരെയും പീഡനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കേസുകളിൽ കുടുംബത്തിന് നിയമസംരക്ഷണം ലഭിക്കുമെന്ന് പറയുകയാണ് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി. പ്രവാസ ലോകത്തെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയ 1 ക്യാമ്പയിൻ തുടരുന്നു. മൗനം വെടിയാം, അതിജീവിക്കാം. നമുക്കറിയാം, ഇവിടെ വിസ പലപ്പോഴും ഡിപ്പെൻഡൻസ് വിസയിലാണ് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വിസയോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയാണ് പലരും ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത്. അത്തരം കാര്യത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും അടക്കം ഇവിടുത്തെ ഫാമിലി കോടതികളെ സമീപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവതരിപ്പിക്കാനും അവർക്കുള്ള മെയിൻ്റെനൻസ്, അവർക്കുള്ള പാർപ്പിടം, സൗകര്യം, വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നിയമ വ്യവസ്ഥതയുണ്ട്. അതിന് വലിയ ഭാരിച്ച തുകയും മറ്റുമൊക്കെ ചിലവാകുമെന്നുള്ള ധാരണയാണെങ്കിൽ തന്നെ അത്തരത്തിൽ ഒന്നും ഇല്ലാതെ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സോഷ്യൽ വെൽഫെയർ കാര്യങ്ങളും കൂടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. വുമൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ സെൽ വളരെ കൃത്യമായി പല കേസുകളിലും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള
പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി നിയമസഭാ സഹായവും ഒപ്പം കൗൺസിലിങ്ങും നടത്താനുള്ള സംവിധാനങ്ങളുമുണ്ട്. അബുദാബിയിലും അലൈനിലും ഷാർജയിലും ഒക്കെയുള്ള ഇന്ത്യൻ അസോസിയേഷനുകളിൽ ഇത്തരത്തിലുള്ള സർവീസുകൾക്ക് വേണ്ടി നിങ്ങൾ സമീപിച്ചാൽ കൗൺസിലേറ്റുമായോ എംബസിയുമായോ യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹായവും ലഭിക്കുന്നതാണ്. വളരെ കൃത്യമായ നിയമവ്യവസ്ഥിതിയുള്ള രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE. ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഫെഡറൽ ഡിക്രി ഓഫ് 13/2024 പ്രകാരം തന്നെ കൃത്യമായി ആർട്ടിക്കിൾ 4 തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒപ്പം തന്നെ 999 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പരാതി ബോധിപ്പിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് ഇടപെടുന്നതാണ്. അതുകൂടാതെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം. ഗാർഹിക പീഡനങ്ങൾ ദിവസങ്ങളായുള്ള ഒരു മാനസിക ശാരീരിക പീഡനമാകുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനസ്ഥിതി ഉണ്ടാകേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. ബഹ്റൈനിൽ ഗോൾഡൻ റെസിഡൻസി വിസയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റും ഹോട്ട്ലൈനും ആരംഭിച്ചു. ഈ ഗവൺമെന്റ് പോർട്ടൽ വഴി ഗോൾഡൻ വിസ ലഭിക്കാനായി അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും വിസ സ്വന്തമാക്കാനുള്ള ഈ സർവീസുകൾക്കുമായാണ് goldenresidency.gov.bh എന്ന പോർട്ടലും 17484000 എന്ന ഹോട്ട്ലൈൻ നമ്പറും ആരംഭിച്ചത്. ഇതുവഴി വിസക്ക് അപേക്ഷ സമർപ്പിക്കാനും വിശദ വിവരങ്ങൾ ശേഖരിക്കുവാനും സാധിക്കും. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും രാജ്യത്തേക്ക് പ്രതിഭകളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് 2022 മുതലാണ് ബഹ്റൈൻ 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകി തുടങ്ങിയത്. 2024 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 10,000 ഗോൾഡൻ വിസകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2000 ബഹ്റൈൻ ദിനാറിന് മുകളിൽ ശമ്പളത്തോടെ 5 വർഷമായി ബഹ്റൈനിൽ താമസിച്ചിരുന്നവർക്കും വിരമിച്ചവർക്കുമാണ് യോഗ്യത. മറ്റു വിഭാഗങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ, മികച്ച കായിക താരങ്ങൾ, കലാകാരന്മാർ തുടങ്ങി കഴിവുള്ള വ്യക്തികളും പ്രതിഭകളും ഉൾപ്പെടുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ഗോൾഡൻ റെസിഡൻസി വിസ പുതുക്കി നൽകും. ഈ വിസ ലഭിക്കുന്നവർക്ക് സദാസമയവും ബഹ്റൈനിൽ നിന്ന് പുറത്തു പോകാനും പ്രവേശിക്കുവാനും സാധിക്കും. കൂടാതെ ആശ്രിതരെ സ്പോൺസർ ചെയ്യാനും കഴിയും. ബഹ്റൈനിലെ ആദ്യ ഗോൾഡൻ വിസ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിക്കാണ് നൽകിയത്. 2022 മുതലാണ് രാജ്യത്തേക്ക് ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങിയത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുർമുർ ഫ്രഷ് ഫ്രൈസ് സലാലയിൽ പുറത്തിറക്കി. സലാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് ഫ്രൈസ് ഉണ്ടാക്കുന്നതെന്ന് പാർട്ട്ണർമാർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുത്തു. കൊണ്ട് വിപണി കീഴടക്കിയ സലാല കോക്കനട്ട് ഓയിൽ ഗ്രൂപ്പിൽ നിന്ന് കുർമുർ എന്ന ബ്രാൻഡ് നെയിമിൽ ഫ്രഷ് ഫ്രൈസ് ഐറ്റംസ് പുറത്തിറക്കി. അൽ മുന്തസ സ്ട്രീറ്റിലെ ഷോറൂമിൽ നടന്ന ഓപ്പണിങ്ങിൽ തമർ അൽ റവാസാണ് കുർമുർ റിലീസ് ചെയ്തത്. കോൺസുലർ ഏജന്റ് ഡോക്ടർ K. സനാതനൻ, നാസർ പെരിങ്ങത്തൂർ, കെബീർ കണമല എന്നിവരും സംബന്ധിച്ചു. ഫ്രഷ് ഏത്തക്ക ചിപ്സ്, ഏത്തപ്പഴം ചിപ്സ്, പൊട്ടാറ്റോ ചിപ്സ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത്. കപ്പ ചിപ്സും മറ്റും വൈകാതെ വിപണിയിലെത്തും. ഇതുകൂടാതെ ഫ്രഷ് മസാല ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. സലാലയിൽ വിളയുന്ന മഞ്ഞൾ, ഏത്തക്ക എന്നിവ ഉണക്കി പൊടിച്ച് നൽകുന്നുമുണ്ട്. വ്യാപാരികളായ കെബീർ കണമലയുടെയും നാസർ പെരിങ്ങത്തൂരിൻ്റെയും മക്കളും യുവ സംരംഭകരുമായ ഷഹീർ അഹമ്മദ് കബീറും നിഷാം നാസറുമാണ് കുർമുറിനെ വിപണിയിൽ എത്തിക്കുന്നത്. കോക്കനട്ട് ഓയിലിൻ്റെ പുതിയൊരു വിൻഡോ ആണ് നമ്മൾ കുർമുർ എന്നൊരു ബ്രാൻഡിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈവ് ചിപ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫ്രഷ്ലി നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് പൊരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ 2 വെറൈറ്റീസ് ഓഫ് ബനാന ചിപ്സ് ഉണ്ട്, പൊട്ടറ്റോ ചിപ്സ് ഉണ്ട്, അതുപോലെ നമ്മൾ സൂൺ ടപ്പിയോക്കയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു മില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ മില്ല് ചെയ്യുന്നതാണ് നമ്മൾ. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, വീറ്റ്, ജിഞ്ചർ, പിന്നെ കൂൺ, അതൊക്കെ ലോക്കലായിട്ട് നമ്മൾ ടെർമറിക്കൊക്കെ ഇവിടുന്ന് ലോക്കലായിട്ട് തന്നെ പ്രൊക്യൂർ ചെയ്യാണ്. അല്ലാതെ നാട്ടിൽ നിന്ന് സീഡ്സ് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്നുണ്ട്. എല്ലാത്തരം അത് കിലോ ബേസിസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് ആവശ്യമുള്ളവർക്ക് അല്ലാത്ത രീതിയിലും കൊടുക്കുന്നുണ്ട്. ഒക്കെ ഇവിടെ തന്നെ നമ്മൾ ലൈവായിട്ട് പൊടിപ്പിച്ച് കൊടുക്കുകയാണ്. ഷോറൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും പ്രത്യേക ക്ഷണിതാക്കളും സംബന്ധിച്ചു. മീഡിയ 1, സലാല. ഖത്തറിൽ അടുത്ത മാസത്തെ ഡീസൽ വിലയിൽ നേരിയ വർധന. ലിറ്റർ 1-ന് 1.95 നിന്ന് 2.05 റിയാലായാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം പ്രീമിയം ഗ്രേഡ് പെട്രോളിന്റെയും സൂപ്പർ പെട്രോളിന്റെയും വിലയിൽ മാറ്റമില്ല. പ്രീമിയം ഗ്രേഡ് പെട്രോളിന് ലിറ്ററിന് 1.95 റിയാലും സൂപ്പർ പെട്രോളിന് 2 റിയാലുമായിരിക്കും. അന്താരാഷ്ട്ര വിപണിക്കനുസൃതമായി പ്രതിമാസം ഖത്തർ എനർജിയാണ് ഇന്ധനവില പരിഷ്കരിക്കുന്നത്.
പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച നിബന്ധനകളിൽ പലതും ക്ലേശകരമാണെന്ന് KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റി. അപേക്ഷയുടെ ഫിസിക്കൽ കോപ്പി നേരിട്ടോ തപാൽ വഴിയോ കുറഞ്ഞ സമയത്തിനകം ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഏറെ പ്രയാസകരമാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 7 വരെയാണ് വോട്ട് ചേർക്കാനുള്ള അവസരം. ഇനി ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക് നോക്കാം. സൗദി റിയാൽ 23 രൂപ 34 പൈസ, UAE ദിർഹം 23 രൂപ 83 പൈസ, ഖത്തർ റിയാൽ 24 രൂപ 05 പൈസ, ഒമാൻ റിയാൽ 227 രൂപ 71 പൈസ, കുവൈറ്റ് ദിനാർ 286 രൂപ 04 പൈസ, ബഹ്റൈൻ ദിനാർ 232 രൂപ 28 പൈസ.